കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പഠിച്ചു. ഇനി നമുക്കിതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Prepare trading and profit and loss account and a balance sheet for the year ended 31st December 2020 from the list of balances and additional information given below. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്? പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് എ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ട്. ഫോർ ദ ഇയർ എൻഡഡ് 31st December 2020. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ബാലൻസസും അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷനും വെച്ചിട്ട് വേണം ഈ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കുക. ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. എമൗണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ ആ ട്രയൽ ബാലൻസ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. പെർട്ടിക്കുലേഴ്സ് കോളം ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ട്രയൽ ബാലൻസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ഓർമ്മ ഉണ്ടോയെന്ന് വിചാരിക്കുന്നു. ഇനി ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസസ് സെയിൽസ് ഉണ്ട്, അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി, സാലറീസ്, പർച്ചേസസ് റിട്ടേൺസ് ഉണ്ട്, പിന്നെ സെയിൽസ് റിട്ടേൺസ് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് ബിൽഡിംഗ്, അതുപോലെ ക്യാരേജ് ഇൻവേർഡ്സ്, ക്യാരേജ് ഔട്ട്വേർഡ്സ്, അഡ്വർടൈസ്മെൻറ്റ്, ട്രാവലിംഗ് എക്സ്പെൻസ്, അടുത്ത ഐറ്റം ഡ്രോയിങ്സ്, പിന്നെ റെൻറ്റ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, പിന്നെ ക്രെഡിറ്റേഴ്സ്, വേജസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതുപോലെ ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടൽ 6,82,100. ഇത്രയും ഐറ്റംസ് ആണ് ട്രയൽ ബാലൻസിൽ വരുന്നത്. ഇനി ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് നോക്കുക. അതിനാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. അതാണ് അഡീഷണൽ ഇൻഫർമേഷനിൽ തരിക. അതിലൊന്ന് തന്നത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആസ് ഓൺ 31st December 2020 ഇസ് ₹30,000, അല്ലേ? അപ്പോൾ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് നമുക്ക് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതേതാണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ജനുവരി 2020 1/1/2020 ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇനി 31/12/2020, അതായത് ഡിസംബറിലുള്ള സ്റ്റോക്കാണ് ഏത് അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിന് 2 രീതിയിലുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തരികയാണെന്നുണ്ടെങ്കിലും പുറത്ത് തരികയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദ ഇയർ ₹5,000. വേജസിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 5,000 ആണ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. പിന്നെ അതുപോലെ റെൻറ്റ് പ്രീപെയ്ഡ് ഡ്യൂറിങ് ദ കറൻറ്റ് ഇയർ ₹1,500. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്, ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോകേണ്ട ഐറ്റംസ് ഏതാണ്, ബാലൻസ് ഷീറ്റിൽ പോകേണ്ട ഐറ്റംസ് ആണ്. അത് ഏതൊക്കെ സൈഡിലേക്കാണത് നമ്മൾ എഴുതേണ്ടത്. ഇത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ 2 ഭാഗത്ത് വരണമല്ലോ, അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് ഏതൊക്കെ 2 സൈഡിലാണ് വരേണ്ടത്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്, 2 എഫക്റ്റ് നമ്മൾ എവിടെയൊക്കെ അത് എൻ്റർ ചെയ്യണം. പിന്നെ പ്രീപെയ്ഡ് റെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ പഠിച്ചതാണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പഠിച്ചതാണ്, അല്ലേ? അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ ഫസ്റ്റ് ഏതാണ് പ്രിപ്പയർ ചെയ്യുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് ഇയറിലാണ്, അല്ലേ? 31st December 2020. അപ്പോൾ അത് ടൈറ്റിൽ കൊടുക്കുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2020. ഇനി അതിൽ തന്നെ ഇത് കമ്പൈൻഡ് ആണ്, അല്ലേ? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പൈൻഡ് ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് പാർട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ആ എമൗണ്ട് കോളത്തിൽ സെപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ താഴേക്കുള്ള ഭാഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. നമ്മൾ അന്ന് പഠിച്ചതാണ്, അല്ലേ? ഇനി ട്രേഡിംഗ് അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റം ഏതാണ് വരിക? ഡെബിറ്റ് സൈഡ് വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് വരണം, അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കുക. സ്റ്റോക്ക് 1/1/2020 ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട്? 25,000 ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് കോളത്തിൽ ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ
എഴുതാം. പിന്നെ അടുത്തത് പർച്ചേസസ് ലെസ് പർച്ചേസ് റിട്ടേൺസ് ആണ് വരേണ്ടത്. പർച്ചേസസ് നമ്മൾ മൂന്നാമത്തെ ഐറ്റമായിട്ട് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് 52,500. ഇനി അതിൻ്റെ റിട്ടേൺസ് ഉണ്ടോ നോക്കുക. പർച്ചേസ് റിട്ടേൺസ് കുറച്ചൊരു മിഡിലായിട്ട് പർച്ചേസ് റിട്ടേൺസ് 1250 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നെറ്റ് പർച്ചേസ് കാണുക? പർച്ചേസസ് ലെസ് പർച്ചേസസ് റിട്ടേൺസ്. അപ്പോൾ 52,500 മൈനസ് 1250 എത്ര കിട്ടി? 51,250. ആ ഫൈനൽ എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. അത് കുറച്ച് ഉള്ളിൽ തന്നെ കുറച്ച് കാണിക്കുക, എന്നിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് മാത്രം ഔട്ടർ കോളത്തേക്ക് എഴുതാം. ഇനി അടുത്തത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്? ഇപ്പോൾ പർച്ചേസസ് വരെ നമ്മൾ എഴുതി അല്ലേ. അടുത്തത് സെയിൽസ് എവിടെയാണ് വരിക? സെയിൽസ് ക്രെഡിറ്റ് സൈഡിലാണ് വരിക അല്ലേ. ക്രെഡിറ്റ് സൈഡിലാവുമ്പം നമ്മൾ അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം എഴുതാൻ. സെയിൽസ് 1,50,000 ഉണ്ട്, അതിൽ നിന്ന് റിട്ടേൺസ് കുറയ്ക്കുക 4,500. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് 1,50,000 ലെസ് സെയിൽസ് റിട്ടേൺസ് 4,500. അപ്പോൾ എത്ര വന്നു? 1,45,500 വന്നു. ഇനി അടുത്തത് ഏതാ വരുന്നത്? ഇനി താഴേക്ക് നോക്കുക. ഇതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ അസെറ്റാണ്. അതൊക്കെ അസെറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റ് പോകണം. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പോകേണ്ട ഐറ്റമാണ്. റിട്ടേൺസ് നമ്മൾ എടുത്തു. ബിൽഡിംഗ് അസെറ്റാണ്. ക്യാരേജ് ഇൻവേർഡ്സ് അല്ലേ. ക്യാരേജ് ഇൻവേർഡ്സ് ഉണ്ട്, ക്യാരേജ് ഔട്ട്വേർഡും ഉണ്ട്. ഇതിൽ ഏതാ വരിക? ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഏതാ വരിക? ഡയറക്റ്റ് എക്സ്പെൻസ് ഇതിൽ ഏതാണ്? ക്യാരേജ് ഇൻവേർഡ്സ് ആണ് അല്ലേ. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ്സ് ആണ് അടുത്ത നമ്മൾ എടുക്കേണ്ട ഐറ്റം 2,500. ക്യാരേജ് ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രാവലിംഗ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ പോകേണ്ട ഐറ്റമാണ്. റെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട് അലൗഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഐറ്റമാണ്. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റിയാണ്. അപ്പോൾ അത് ബാലൻസ് ഷീറ്റ് പോകണം. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് പോകേണ്ട ലയബിലിറ്റിയാണ്. വേജസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ. വെറും വേജസോ അല്ലെങ്കിൽ വേജസ് ആൻഡ് സാലറീസ് എന്ന് പറയുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ഈ വേജസിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷനിൽ നോക്കുക. ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് രണ്ടാമത്തത് പറയുന്നത് എന്താണ്? വേജസ് 10,000 ആണ്. വേജസ് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദ ഇയർ ₹5,000 ഉണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണത് എഴുതുക നോക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണത് വരിക അല്ലേ. അപ്പോൾ വേജസ് 10,000 എന്ന് ആദ്യം എഴുതുക. ട്രയൽ ബാലൻസിൽ കൊടുത്ത എമൗണ്ട് ആദ്യം എഴുതുക. ഇനി ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ എത്ര തന്നത്? 5,000 ആണ്. അപ്പോൾ ആ വേജസും കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ ടോട്ടൽ ഈ ഒരു വർഷത്തേക്ക് ബാധകമായിട്ടുള്ള വേജസ് പെയ്ഡ് എത്ര വരണം? 15,000 വരണം. 10,000 പ്ലസ് 5,000. ഇനി ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ നോക്കുക. വേജസ് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസിക്കുള്ളതാണ്. ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അസെറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ അസെറ്റാണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഇൻകമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ അത് അസെറ്റാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഒന്നും കൂടി, ഇപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് ഫുള്ള് ചെക്ക് ചെയ്തു. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു, അത് എൻ്റർ ചെയ്തു. ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ അഡീഷണൽ ഇൻഫർമേഷനിൽ നോക്കുക ഏതെങ്കിലും മിസ്സിംഗ് ഐറ്റം ഉണ്ടോ എന്നുള്ളത്. അതായത് നമ്മൾ സെക്കൻഡ് ഐറ്റം എടുത്തു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് വരേണ്ടതല്ലേ അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഭാഗത്ത് എഴുതണം. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യണം, അതുപോലെ പിന്നെ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസെറ്റ് ആയിട്ടും കാണിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇപ്പം ക്രെഡിറ്റ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണ്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആസ് ഓൺ 31/12/2020 എന്ന് പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷനിൽ ആദ്യം തന്നിട്ടുള്ളത് ആ എമൗണ്ടാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 ആണ്. അത് നമ്മൾ എവിടെ എഴുതണം? സെയിൽസ് ലെസ് റിട്ടേൺസ് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 എഴുതി. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്ന എല്ലാ ഐറ്റംസുമായി ഇനി നമ്മൾ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഫുൾ ടോട്ടൽ കണ്ടെത്തുക. ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ. 1,75,500 ക്രെഡിറ്റ് സൈഡിൽ വരും. അതിനെക്കാട്ടിലും കുറവാണ് ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇൻകം സൈഡാണ്. ഇൻകം കൂടിയാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുക. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ ബാലൻസ് എഴുതുന്നു. ആ ബാലൻസ് എങ്ങനെയാണ് കിട്ടുക? ക്രെഡിറ്റിൻ്റെ ടോട്ടൽ മൈനസ് ഡെബിറ്റിൻ്റെ ടോട്ടൽ. അപ്പോൾ എത്ര വന്നു? 81,750. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ആ എമൗണ്ട് കോളം വെച്ചിട്ട് നമ്മളത് ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അടുത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആവും. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്.
അല്ലേ? അത് നമ്മൾ ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ്. ക്യാരി ഡൗൺ എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇനി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയി മാറും. അപ്പോൾ അതാണ് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. ഇനി ഗ്രോസ് ലോസ് ആണെങ്കിലോ ആ സ്ഥാനം മാറിപ്പോവും. ഗ്രോസ് ലോസ് എന്ന് പറയുമ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസ് ആവുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഓപ്പൺ ആകുമ്പോൾ അത് എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഇതിപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആകുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്ലോസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഓപ്പൺ ആവുന്നത് ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടാണ്. അപ്പോൾ അതേ എമൗണ്ട് തന്നെ എടുക്കുക. ക്ലോസിംഗ് എമൗണ്ട് എത്രയാണോ 81,750 അത് അതേപോലെ തന്നെ താഴേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യാം. ഇനി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഐറ്റംസ് നോക്കുക. ഇനി ഫസ്റ്റ് മുതൽ ഒന്നുകൂടി വരിക. ക്യാപിറ്റൽ അത് ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞു. പർച്ചേസസ് സെയിൽസ് ഒക്കെ എടുത്തു. പ്ലാന്റ് ആൻഡ് മെഷീനറി ബാലൻസ് ഷീറ്റാണ്. അടുത്തത് സാലറീസ് അല്ലേ? സാലറീസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കുക. അഡീഷണൽ ഇൻഫർമേഷനിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ഒരു റെൻറ്റിനെ കുറിച്ചിട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സാലറീസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ? 20,000 ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഐറ്റം സാലറീസ് എന്ന് പറഞ്ഞ് നമ്മൾ 20,000 ഡെബിറ്റ് ചെയ്തു. ഇനി അടുത്തത് പർച്ചേസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ് ഒക്കെ നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞു. ബിൽഡിംഗ് അസെറ്റ് ആണ്, ബാലൻസ് ഷീറ്റ് പോകണം. ക്യാരേജ് ഇൻവേർഡ്സ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു. ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്താണ്? ക്യാരേജ് ഇൻവേർഡ്സ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഔട്ട്വേർഡ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പോൾ അടുത്തത് ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു 4,500. പിന്നെ അടുത്ത എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ചെയ്യാൻ പറ്റിയ അഡ്വർടൈസ്മെൻറ്റ്, ട്രാവലിംഗ് എക്സ്പെൻസ് അത് രണ്ടും അതുപോലെ തന്നെ ഡെബിറ്റ് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് വരുന്നു, ട്രാവലിംഗ് എക്സ്പെൻസ് വന്നു, അത് രണ്ടും ഡെബിറ്റ് ചെയ്തു. ഇനി ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ പോകേണ്ട ഐറ്റമാണ്. അത് ക്യാപിറ്റലിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത് നോക്കുക റെൻറ്റിനൊരു അഡീഷണൽ ഇൻഫർമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ ചെയ്യണം. റെൻറ്റ് ഏതാണ്? പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് റെൻറ്റ് നമ്മൾ എന്താ ചെയ്യുക? പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണിത് അല്ലേ? അപ്പോൾ റെൻറ്റ് എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഡെബിറ്റും ക്രെഡിറ്റ് കോളത്തിലാണോ നോക്കിയാൽ മതി. ഡെബിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിരിക്കും. അത് ക്രെഡിറ്റ് കോളത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഇൻകം ആയിരിക്കും. അത് കമ്മീഷൻ്റെയും ഡിസ്കൗണ്ടിൻ്റെ ഒക്കെ കേസ് അങ്ങനെയാണ്. ഡെബിറ്റിലാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിരിക്കും. അതുപോലെ ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ ഇൻകം ആയിരിക്കും. അതുപോലെ എസെറ്റ് ആണെങ്കിൽ അത് ഡെബിറ്റിലായിരിക്കും. ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ക്യാപിറ്റൽ ആണെങ്കിൽ ക്രെഡിറ്റിലായിരിക്കും. ഡ്രോയിങ്സ് ആണെങ്കിൽ ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് മുതലേ നമ്മൾ ആ റൂള് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലാസ്റ്റ് വരെ മനസ്സിലാവില്ല. അപ്പോൾ അത് ഫസ്റ്റ് മുതൽ ഒരു ഓർഡറിൽ പഠിച്ച് എത്തിയാലേ ഉള്ളൂ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി റെൻറ്റിൻ്റെ കേസ് അല്ലേ? നമ്മൾ റെൻറ്റിലേക്ക് തിരിച്ചു വരാം. റെൻ്റ് എന്ന് പറഞ്ഞത് 6,500 ആണ് അല്ലേ? ഇതുപോലെ ഇവിടെ പ്രീപെയ്ഡ് റെൻ്റ് ഉണ്ട്. പ്രീപെയ്ഡ് റെൻ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെൻ്റിൽ നിന്ന് ലെസ് ചെയ്യണം അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ആ റെൻ്റ് എന്ന് പറഞ്ഞ ഐറ്റത്തിൽ നിന്ന് ലെസ് ചെയ്യണം. പിന്നെ പ്രീപെയ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും എസെറ്റ് ആയിട്ടും കൂടി കാണിക്കണം. അത് നമ്മൾ അപ്പോൾ നമ്മൾ ചെയ്യാം. അപ്പോൾ റെൻ്റ് എങ്ങനെയാണ് എഴുതുക? അവിടെ റെൻ്റ് എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിൽ തന്നത് എത്രയാണ്? 6,500 ലെസ് പ്രീപെയ്ഡ് റെൻറ്റ്. പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ എത്ര തന്നത്? 1,500. അപ്പോൾ ഈ 6,500-ന്ന് 1,500 കുറച്ച് നമുക്ക് 5,000 ഉള്ളൂ ഈ വർഷത്തേക്ക് ബാധകമായിട്ടുള്ള റെൻറ്റ് പേ ചെയ്യാൻ. ഇനി അടുത്തത് എന്താ നോക്കുക? ഡിസ്കൗണ്ട് അലൗഡ്. അതും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നൊരു എക്സ്പെൻസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 3,200 ഡിസ്കൗണ്ട് അലൗഡ് എഴുതാം. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്രെഡിറ്റേഴ്സ് ഒക്കെ ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റ് പോകേണ്ട ഐറ്റമാണ്. പിന്നെ വേജസ് എന്ന് പറഞ്ഞത് ഓൾറെഡി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് അതെന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് ആണെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള ഇൻകം ആണ് അല്ലേ? അപ്പോൾ അത് 3,500 ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 3,500 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി ഡെറ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് അതൊക്കെ അസെറ്റാണ്. നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യാം. പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ ഇൻകം ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഇൻകം സൈഡിൽ എഴുതുക അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. എത്രയാണ്? 5,600.
ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെറ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. വെറും ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എസെറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ വരേണ്ടതാണ്. പക്ഷേ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഇൻകം സൈഡിലാണ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് വരെ നോക്കി. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ നോക്കുക. സ്റ്റോക്ക് ഇവിടെ വരില്ല, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് വരില്ല, റെൻറ്റ് പ്രീപെയ്ഡ് നമ്മൾ എടുത്തു അല്ലേ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ റെഡിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് ബാലൻസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ചെയ്യുക, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇവിടെയും നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കിയാൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടലാണ് വലുത് അല്ലേ. 90,850 ആണ് ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ. ഡെബിറ്റ് സൈഡിൽ അതിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻകം സൈഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലേ. നേരത്തെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് റിസൾട്ട് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ റിസൾട്ട് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇൻകം അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടുക. ആ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടുക? ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ മൈനസ് ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ. അത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഏരിയയിലുള്ള ഭാഗം മാത്രം എടുത്താൽ മതി. മുകളിൽ ക്ലോസ് ചെയ്ത എമൗണ്ടുകളൊന്നും താഴേക്ക് എടുത്തെഴുതരുത്. അപ്പോൾ ഏതാണ് ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ? ഏത് മുതൽ ഏത് വരെ വരിക? 81,750. അതുപോലെ 5,600 പ്ലസ് 3,500 അതാണ് ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ. മൈനസ് ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ ഏത് മുതലാണ്? സാലറീൻ്റെ എമൗണ്ട് മുതൽ ഡിസ്കൗണ്ട് അലൗഡ് വരെയുള്ള ആ എമൗണ്ട് കോളത്തിലുള്ള എല്ലാ ടോട്ടലുകളും കൂട്ടിയെടുക്കുക. എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 47,750. അതാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുക. അപ്പോൾ നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും റെഡിയായി. ഇനി അടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് എന്ത്? ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇനി ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് നമ്മൾ ഇത് ഏത് ഓർഡറിലാണ് എന്നുള്ളത് നോക്കാം. ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയാണ് നമ്മൾ നോർമൽ കേസിൽ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഏതാണ് എഴുതുക? ആദ്യം ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കുക. റൈറ്റ് സൈഡിൽ അസറ്റ്സ്, ലെഫ്റ്റ് സൈഡിൽ ലയബിലിറ്റീസും ക്യാപിറ്റലും എഴുതാനുള്ളത്. ഇനി നമ്മൾ ലിക്വിഡിറ്റി ഓർഡറിലാണെങ്കിൽ കറണ്ട് അസറ്റ് ആദ്യം വരും, പിന്നെ ഫിക്സ്ഡ് അസറ്റ്. ഇനി ലയബിലിറ്റിയിൽ കറണ്ട് ലയബിലിറ്റീസ് ആദ്യം വരും, പിന്നെ ഫിക്സ്ഡ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ക്യാപിറ്റൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇനി കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് അസറ്റ്സിൽ ഇത് അല്ലെങ്കിൽ നമുക്ക് ട്രയൽ ബാലൻസിൽ ആദ്യം ഇവിടെ ഹെഡിങ് എഴുതിയിടുക. എന്നിട്ട് ഏതൊക്കെയാണോ നമ്മൾ വായിക്കുന്ന ഓർഡറിൽ അങ്ങനെ ചെയ്ത് പോയാലും മതി. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാപിറ്റൽ നമ്മൾ എവിടെ എഴുതുക? ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ അല്ലേ, ലാസ്റ്റിലേക്ക് എഴുതുക. ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 4,50,000 ആണ് ഇവിടെ എമൗണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ ഒരു കിട്ടിയ പ്രോഫിറ്റ് ഉണ്ടല്ലോ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 47,750 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അത് ആ ക്യാപിറ്റലിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ 4,50,000 ആഡ് നെറ്റ് പ്രോഫിറ്റ് 47. അതാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റലിലേക്കാണ് ആ നെറ്റ് പ്രോഫിറ്റ് കൂട്ടേണ്ടത്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത് അതിൻ്റെ കൂടെ കൂട്ടുക. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിൻ്റെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ഐറ്റം നോക്കുക. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ 50,000. അത് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,47,750 കിട്ടും. ഇനി അടുത്തത് വരുന്നത് ഏതാണ്? സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് വരില്ല, പക്ഷേ നമ്മൾ എന്തെഴുതണം? കറണ്ട് അസറ്റിൽ വരുന്നൊരു ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് ഭാഗത്ത് വരേണ്ട. ഒരിക്കൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എടുത്തു. അപ്പോൾ കറണ്ട് അസറ്റിൽ വരേണ്ട ഒരു ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് കറണ്ട് അസറ്റിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ആ 30,000 വീണ്ടും ഇവിടെയും എഴുതണം. പിന്നെ അടുത്തത് പർച്ചേസസ് സെയിൽസ് ഒന്നും വരില്ല. പിന്നെ അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞത് 2,50,000 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ് ആണ് അല്ലേ. അപ്പോൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വേണം പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതാൻ. അത് 2,50,000 എഴുതി. ഇനി അടുത്തത് വരുന്നത് സാലറീസ് എടുത്തു, റിട്ടേൺസ് രണ്ടും എടുത്തു. ബിൽഡിങ്ങും ഏതാണ്? ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പോൾ അത് 60,000. അടുത്ത ഫിക്സ്ഡ് അസറ്റിൻ്റെ താഴെ ബിൽഡിങ് 60,000 എഴുതണം. ഇനി ക്യാരേജ് ഇൻവേർഡും ഔട്ട്വേർഡും മറ്റ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അഡ്വർടൈസ്മെൻറ്റ്, ട്രാവലിംഗ് ഒക്കെ എടുത്തു. അടുത്ത ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്തു.
പിന്നെ വരുന്നത് റെൻറ്റ് ഡിസ്കൗണ്ടൊക്കെ എക്സ്പെൻസുകളാണ് നമ്മൾ ഇപ്പോൾ അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്രെഡിറ്റേഴ്സ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 50,000, ക്രെഡിറ്റേഴ്സ് 21,750. അത് രണ്ടും എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ കീഴിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എഴുതുക, അതുപോലെ ക്രെഡിറ്റേഴ്സും എഴുതുക. പിന്നെ വരുന്നതാണ് വേജസ് എടുത്തു, ഡിസ്കൗണ്ട് റിസീവ്ഡ് എടുത്തു, ഡെറ്റേഴ്സ് അല്ലേ. ഡെറ്റേഴ്സ് ഏതാണ്? കറണ്ട് എസെറ്റാണ്. അപ്പോൾ കറണ്ട് എസെറ്റിൻ്റെ കീഴിൽ ഡെറ്റേഴ്സ് 22,000 എഴുതുക. പിന്നെ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് 35,000, 70,000. അപ്പോൾ അത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും കറണ്ട് എസെറ്റിൻ്റെ കൂട്ടത്തിൽ എഴുതുക. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളത് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ക്രെഡിറ്റ് ചെയ്തു. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഫിക്സ്ഡ് അസെറ്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെവിടെ കാണിക്കണം? ഫിക്സ്ഡ് അസെറ്റിൻ്റെ കീഴിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 56,000 കാണിക്കുക. അപ്പോൾ അത്രയും കഴിയുമ്പോൾ ട്രയൽ ബാലൻസിൽ എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു. ഇനി അഡീഷണൽ ഇൻഫർമേഷനിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി എവിടെ എടുത്തിട്ടുണ്ട്? കറണ്ട് എസെറ്റിൻ്റെ കീഴിൽ ലാസ്റ്റ് ഐറ്റമായിട്ട് നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലെ ഫസ്റ്റ് ഐറ്റം എടുത്തു. ഇനി വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അല്ലേ. അതെന്താ നമ്മൾ പഠിച്ചത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലയബിലിറ്റിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് ലയബിലിറ്റിയാണത്. അപ്പോൾ ലയബിലിറ്റി സൈഡിലേക്ക് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതുക. വെറും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ല, ഏതാണോ എക്സ്പെൻസ് അതിൻ്റെ പേര് പറഞ്ഞിട്ട് വേണം എഴുതാൻ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും വേറെ വേറെ എഴുതണം. കാരണം നമ്മൾ വേറെ വേറെ എക്സ്പെൻസുകളാണ്, അത് അതത് എക്സ്പെൻസിൻ്റെ കൂടെ ആയിരിക്കും അത് കൂട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. ഇവിടെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേജസിൻ്റെ ട്രയൽ ബാലൻസിലുള്ളത് 10,000 എമൗണ്ട്. പക്ഷേ വേജസിൻ്റെ ശരിക്കും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ടാണ് 5,000 അല്ലേ. അപ്പോൾ ആ 5,000 ആണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ കൊണ്ട് എഴുതേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ വേജസിൻ്റെ കൂടെ 5,000 ആണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ ആ 5,000 ആണ് രണ്ട് ഭാഗത്ത് വരേണ്ടത് അല്ലേ. നമ്മൾ പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷനിൽ വരുന്ന ഒരു കാര്യം രണ്ട് സൈഡിലായിട്ട് വരണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ അത് വേജിൻ്റെ കൂടെ ആഡ് ചെയ്തു ആ 5,000. ഇനി ഇതേ 5,000 എവിടെയും കൂടി വരണം? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റും വരണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞ് 5,000 വന്നു. ഇനി അടുത്തത് റെൻറ്റ് പ്രീപെയ്ഡ് ആണ്. അത് ഞാൻ പറഞ്ഞു, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെറ്റാണ് അല്ലേ. അപ്പോൾ പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. പ്രീപെയ്ഡ് റെൻറ്റ് ഒരിക്കൽ നമ്മൾ എവിടെ എഴുതി? റെൻറ്റിൽ നിന്ന് കുറച്ച് എഴുതി അല്ലേ. പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ എഴുതിയത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റിൽ നിന്ന് റെൻറ്റിൽ നിന്ന് കുറച്ചിട്ടാണ് എഴുതിയത്. ഇനി ഇതേ പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ 1,500 നമ്മൾ എവിടെയും കൂടി എഴുതണം? കറണ്ട് അസെറ്റായിട്ടും കൂടിയും എഴുതണം. പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്തു. ഇനി നമ്മളത് ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തായിരിക്കണം? അസെറ്റ് സൈഡ് ഷുഡ് ബി ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ടാലി ആവണം. 5,24,500 നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ടോട്ടലായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളൊരു ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഏതൊക്കെ? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്.